ഉപ്പമാരെ, നിങ്ങളെ മക്കള് പോയി ഡിസൈൻ ചെയ്തിട്ട് വസ്ത്രം എടുത്തു കൊണ്ടുവരുമ്പോ നെരിയാണിക്ക് താഴെയാണോ വസ്ത്രമുള്ളത്? നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രത്തെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതെന്താണ്? മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ. നെരിയാണിക്ക് താഴെ ഇറങ്ങിയത് നരകത്തിലാണ്. നരകത്തിലേക്ക് പോകുന്ന ഡ്രസ് എടുത്ത് നിങ്ങളെ മകൻ നടക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? നരകത്തിൽ പോകുന്ന മകനെയാണോ നിങ്ങൾ നോക്കി കാണാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തുണിയായാലും പാന്റായാലും തന്തൂറയായാലും ഏത് വസ്ത്രമായാലും പുരുഷന്മാർക്ക് അതിനൊരു അളവുണ്ട്. അത് നെരിയാണിക്ക് മുകളിലാകണം. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ കല്യാണ വസ്ത്രം എന്ന നിലക്ക് ഒരു പുതിയ കോട്ട് കൊണ്ടുവരാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ. പൈജാമക്ക് മേലെ ഇടുന്ന ആ കോട്ട് അതും നെരിയാണിന്റെ മുകളിൽ തന്നെ വേണം, തായോട്ടിറങ്ങിക്കൂടാ. ഖതീബുമാര് ഖുതുബ ഓതുമ്പോ ഒരറബി കോട്ട് എന്ന നിലക്കൊരു കറുത്ത കോട്ടാണെങ്കിലും മഞ്ഞക്കോട്ടാണെങ്കിലും മുകളിലിടുന്നത് അതിന്റെ അളവും നെരിയാണി വരെ തന്നെയാണ്, തായോട്ടിറങ്ങിക്കൂടാ. സ്ത്രീകളുടെ വസ്ത്രം അങ്ങനെയല്ല, അത് നെരിയാണി വിട്ട് തായോട്ടിറങ്ങേണ്ട വസ്ത്രമാണ്. നെരിയാണിക്ക് മേലെ ധരിക്കേണ്ട വസ്ത്രമല്ല പെണ്ണിൻ്റെത്. പെണ്ണിന്റെ കാല് കാണിക്കേണ്ട കാലല്ല, പെണ്ണിന്റെ മടമ്പ് കാണിക്കേണ്ട മടമ്പല്ല. പുരുഷന്റെ അതിർത്തി പോലെയല്ല പെണ്ണിന്റെ അതിർത്തിയുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി നിങ്ങളുടെ ആൺകുട്ടിയുടെ പാന്റും ധരിച്ച് അത് മുട്ടിന്റെ താഴെ വരെ എത്തുന്നുള്ളൂ. എത്ര വലിച്ചാലും എത്ര നീട്ടിയാലും അത് ധരിച്ച ആ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോ മോളെ നരകത്തിന്റെ വസ്ത്രമാണ്, നമുക്കത് വേണ്ട. ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നരകത്തിന്റെ വസ്ത്രം ധരിച്ചവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരെയും സ്ത്രീകളെയും രണ്ടു കൂട്ടരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തിന്റെ വസ്ത്രം വേണ്ട. നരകത്തിലേക്ക് പോകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുത്. ചെറിയ കുട്ടികൾക്കാണ് പാന്റ് ധരിപ്പിക്കുന്നതെങ്കിലും അതിന്റെ ആൺകുട്ടികൾക്കുമുള്ള അളവത്ര തന്നെയാണ്. നിങ്ങളുടെ മകൻ ഏത് മാർക്കറ്റിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ